أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم عن اللغو معرضون. നമസ്കാരത്തിൽ വിനയം കാണിക്കുന്ന അഥവാ ഖുശൂ കാണിക്കുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പ്രകാരം തേങ്ങലും വിതുമ്പലും ആർദ്രതയും വിനയവും നാലിനെയും ഖുശൂ എന്ന് പറയുന്നു. ആ അവസ്ഥ കൈവരിക്കുന്ന ആൾ അടുത്ത ഘട്ടത്തിൽ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അവർ വിമുഖത കാണിക്കുന്നു. ഭൗതികമായ സൃഷ്ടിത്തിൽ സുമ്മ ഖലഖന നുത്ഫത അലഖ, രേതസ്കണം അതിന്റെ പ്രഥമഘട്ടവും അതിനുശേഷം രേതസ്കണത്തിൽ നിന്ന് നാം അതിനെ അലഖ അഥവാ രക്തപിണ്ഡമാക്കി മാറ്റി. തുടർന്ന് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, रूहानी वजूद का दूसरा मर्तबा भी जिस्मानी वजूद के दूसरे मर्तबे से मुशाबा और मुमासिल. ആത്മീയ ഘട്ടവും ഭൗതികമായ ഘട്ടവും അതിന്റെ രണ്ടാമത്തെ ഘട്ടങ്ങളിൽ പരസ്പരം സാദൃശ്യവും താദാത്മ്യവും പുലർത്തുന്നു. उसकी तफसील यह है कि जैसा कि हम बयान कर चुके हैं कि रूहानी वजूद का दूसरा मर्तबा वो है जो आयत करीमा में बयान फरमाया गया कि वल्लज़ीന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അതിന് വിശദീകരണം ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെയാണ്. ആത്മീയ വ്യക്തിത്വത്തിന്റെ രണ്ടാമത്തെ ഘട്ടം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്നതാവുന്നു. यानी मोमिन वो है जो लव बातों और लव कामों और लव हरकतों और लव मजलिसों और लव सोबतों और लव ताल्लुकात से किनारा कश हो जाता है. അതായത് മുഅ്മിൻ സത്യവിശ്വാസി അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും അനാവശ്യമായ പ്രവർത്തികളിൽ നിന്നും അനാവശ്യമായ ചലനങ്ങളിൽ നിന്നും അനാവശ്യമായ സഭകളിൽ നിന്നും അനാവശ്യമായ സംസർഗങ്ങളിൽ നിന്നും അനാവശ്യമായ ബന്ധങ്ങളിൽ നിന്നും തികച്ചും മാറി നിൽക്കുന്നവരാണ്. और उसके मुकाबिल पर जिस्मानी वजूद का दूसरा मर्तबा वो है जिसको खुदा ताला ने अपने कलाम अजीज में अलका का नाम से मौसूम फरमाया है. ഭൗതികമായ വ്യക്തിത്വത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തെ അള്ളാഹു തന്റെ വിശുദ്ധ വചനത്തിൽ അലഖ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. जैसा कि फरमाता है सुम्मा खलक़ना नुत्फത अलक़तन, यानी हमने नुत्ഫ को अलक़ बनाया. അതായത് ഖുർആൻ പറയുന്നു, നാം നുത്ഫയെ അലഖയാക്കി മാറ്റി, അഥവാ രേതസ്കണത്തെ രക്തപിണ്ഡമാക്കി മാറ്റി. അതിന് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന തർജ്ജമ, രക്തപിണ്ഡം എന്നുള്ളത് മാംസത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടം. അതായത് പിന്നെ രേതസ്കണത്തിൽ നിന്ന് മാറുകയും എന്നാൽ മുഴുവൻ മാംസവുമായിട്ട് ചേരുകയും ചെയ്യാത്ത ഒരവസ്ഥയെ അലഖ എന്ന് പറയുന്നു. അലഖത്തെന്നുള്ള വാക്കിനർത്ഥം ബന്ധം എന്നുള്ളതാണ്. അതായത് പരസ്പരം ബന്ധം വെക്കുന്ന ഇലാഖത്തെന്നാണ്. അപ്പോൾ ഗർഭാശയവുമായിട്ട് രേതസ്കണത്തിന് ആദ്യമായിട്ട് ബന്ധം പുലർത്തുന്ന ആരംഗത്തെയാണ്. അതുമായിട്ട് യോജിക്കുന്ന സ്പേം പരസ്പരം യോജിച്ച് ഗർഭാശയത്തിൽ അതിനൊരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നതിനെയാണ് അലഖ എന്ന ഘട്ടം പറയുന്നത്. यानी हमने उसको लग़व तौर पर ज़ाय होने से बचाकर रहम की तासीर और ताल्लुक से अलका बनाया. അതായത് ആ രേതസ്കണത്തെ അനാവശ്യമായി നശിച്ചു പോകുന്നതിൽ നിന്ന് സംരക്ഷണം നൽകിക്കൊണ്ട് റിഹം അഥവാ ഗർഭാശയവുമായിട്ട് അതിനൊരു ബന്ധം നാം സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. इससे वो पहले वो मार्ज़ खतर में था और कुछ मालूम न था कि इंसानी वजूद बने या ज़ाय हो जाए. അതിനു മുമ്പ് അത് അപകടത്തിന്റെ ഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് മനുഷ്യ വ്യക്തിത്വം ആയി തീരുമോ അതോ വിനഷ്ടമാവുമോ എന്ന കാര്യം ഒരിക്കലും തീരുമാനിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. ലേക്കിൻ वो रहम से ताल्लुक के बाद ज़ाय होने से महफूज हो गया. എന്നാൽ ഗർഭാശയവുമായി അതിന് ബന്ധം സ്ഥാപിതമായതോടുകൂടി നഷ്ടപ്പെടുന്നതിൽ നിന്ന് സുരക്ഷിതമായി തീർന്നു. और उसमें तगय्युर पैदा हो गया जो पहले न था. മുമ്പുണ്ടായിരുന്നതല്ലാത്ത മറ്റൊരു മാറ്റം അതിന് സംഭവിക്കുകയാണ് ചെയ്യുന്നത്.
അതായത് ഗർഭാശയത്തിൽ മുമ്പുണ്ടായിരുന്നതിന് വേറെ ഒരു രൂപത്തിലേക്ക് അത് മാറി വരുന്നു. എനിവേ ജമേ ഹുവെ ഖൂൻ കി സൂറത്ത് മേ ഹോ ഗയ, അതായത് അത് പിന്നെ കട്ടിയായിട്ടുള്ള ഒരു രക്തമായി മാറുകയാണ് ചെയ്യുന്നത്. ആ അഖ്വാമെ ബി ഖലീസ് ഹോ ഗയ, അതിന്റെ ശക്തിയിലും സുദൃഢമായി തീരുന്നു. ആ രഹംസെ ഉസ്ക ഏക് ഇലാക്ക ഹോ ഗയ, അതിന് ഗർഭാശയവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിതമായി. ഇസ്ലിയെ ഉസ്ക നാം അലക്ക റക്ക ഗയ, അതുകൊണ്ടാണ് അതിന് അലക്ക ബന്ധമുള്ളത് എന്ന പേര് വെച്ചത്. और ऐसी औरत हामिല कहलाने മുസ്തഹിഖ് होगी, അത്തരത്തിലുള്ള ഒരു സ്ത്രീയെ ഗർഭിണി എന്ന് പറയുവാനുള്ള അർഹത അവർക്ക് ലഭ്യമായി. और बवजह इस इलाके के रहम उसकी सरपरस्त बन गया, ഈ ബന്ധം സ്ഥാപനം ആ ഗർഭാശയം ആ രജസ്കണത്തിന്റെ സംരക്ഷകനായി മാറുകയാണ് ചെയ്യുന്നത്. और उसके ज़ेरे साया नुत्फा का नशोनुमा होने लगा, ആ ഗർഭാശയത്തിന്റെ നിഴലിൻ കീഴിൽ രജസ്കണം വളരുവാൻ തുടങ്ങുന്നു. മഗർ ഉസ് ഹാലത്ത് മേ നുത്ഫ കുച്ച് ജ്യാദാ പാകിസഗി ഹാസിൽ നഹീ ഥി, എന്നാൽ ഈ ഒരു അവസ്ഥയിലും ആ രജസ്കണം ഒരു പൂർണ്ണമായിട്ടുള്ള പരിശുദ്ധി കൈവരിച്ചു എന്ന് പറയാൻ നിവൃത്തിയില്ല. സിർഫ് ഖൂൻ കാ ജമാ ഹുവ ബൻ ഗയ, അത് രക്തം കട്ടിയായി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ രഹം സെ താലൂക്ക് വജഹ് ഗായ ഹോനെ സെ ബച്ച് ഗയ, ആ ഗർഭാശയവുമായി ബന്ധം പുലർത്തി എന്ന കാരണത്താൽ നഷ്ടപ്പെടുന്നതിൽ നിന്ന് അത് സുരക്ഷിതമായി എന്നും പറയാം. ആ ജിസ് तरह और सूरतों में एक नुत्फा लाऊ तौर पर फैलता और बेहुदा तौर पर अंदर से बह निकलता और कपड़ों को पलीद करता था, अब उस ताल्लुक की वजह से बेकार हो जाने से महफूज हो गया. സാധാരണഗതിയിൽ രജസ്കണം പിന്നെ യാതൊരു അകാരണമായി ഒഴുകുകയോ അതല്ലെങ്കിൽ പിന്നെ തുണിയോ മറ്റോ വൃത്തികേടാക്കുകയോ ചെയ്യുന്ന വിധത്തിലായിരുന്നു. ആ തലത്തിൽ നിന്ന് അതിനെ സുരക്ഷിതമായി ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ലേക്കിൻ ഹുനൂസ് ജമാവ, എന്നാൽ ഇപ്പോഴും അത് ഒരു രക്തക്കട്ടയാണ്, അത് പിന്നെ ഉറച്ചു കഴിഞ്ഞ രക്തമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ജിസ്നെ അബി നജാസത്തെ ഹസിഫ കി ആലുദഗി സെ പാകിസഗി ഹാസിൽ നഹീ കി, അതിപ്പോഴും ഗുപ്തമായിട്ടുള്ള പിന്നെ വൃത്തികേടുകളിൽ നിന്ന് വൃത്തികേടുടെ കലർപ്പിൽ നിന്ന് പൂർണ്ണമായും സംശുദ്ധമായി എന്ന് പറയുവാൻ നിവൃത്തിയില്ല. अगर रहम से यह ताल्लुक उसका पैदा न होता तो मुमकिन था कि अंधे मनहानी में दाखिल होकर भी रहम में करार न पा पाता और बाहर की तरफ बह जाता. ഗർഭാശയവുമായിട്ട് അതിന് ബന്ധം സ്ഥാപിതമായില്ലായിരുന്നുവെങ്കിൽ വളരെയധികം സാധ്യതയുള്ള മറ്റൊരു സംഗതി, അത് അണ്ഡാശയത്തിൽ പ്രവേശിച്ചതിന് ശേഷവും ഗർഭാശയവുമായി ബന്ധം സ്ഥാപിതമാകാതെ അത് പുറത്തേക്ക് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു. മഗർ റഹം കി ഖുവത്തെ മുദബ്ബിറാനെ അപ്നെ ഖാസ് ജസ്ബ് സെ ഉസ്കോ താം ദിയ, എന്നാൽ ആ ഗർഭാശയത്തിന്റെ നിർണിത ശക്തി അതിനെ തന്റെ സവിശേഷമായിട്ടുള്ള വച്ച ശക്തി കൊണ്ട് അതിനെ തന്നിലേക്ക് പിടിച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. और फिर वो जमे हुए खून की शक्ल पर बना दिया, അതിനുശേഷം അത് ഉറച്ച രക്തക്കട്ടയാക്കി മാറ്റി. तब जैसा कि हम बयान कर चुके ताल्लुक की वजह से अलका कहलाया, ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഈ ഒരു ബന്ധത്തിന്റെ പേരിലാണ് അത് അലക്ക അഥവാ ബന്ധമുള്ളത് എന്ന പേരിലെത്തിയത്. और उससे पहले रहम ने उस पर कोई अपना खास असर दायर नहीं किया था, അതിനു മുമ്പ് അതായത് അതിന്റെ പിന്നെ ആ രക്തബന്ധമാകുന്നതിന് മുമ്പ് രജസ്കണം എന്ന നിലയിൽ അതിന്റെ മുകളിൽ ഗർഭാശയത്തിന് യാതൊരു വിധത്തിലുള്ള പിന്നെ പ്രതികരണവും അതിൻ്റെതായിട്ടുള്ള സ്വാധീനവും അതിൽ ഉണ്ടായിരുന്നില്ല. അറിസി അസറിനെ പുസ്തക സഹായത്തെ റോക്കാം, ഇപ്പോൾ അതിനോടുണ്ടായ പ്രതികരണം അതിനോടുള്ള പിന്നെ സ്വാധീനമാണ് അതിനെ നഷ്ടപ്പെടുന്നതെന്ന് സുരക്ഷിതമാക്കിയിട്ടുള്ളത്. അറിസി അസറത്തെ നുത്ഫാക്കി തറ ഉസ്മെ റിഖത്ത് ബി ബാക്കി നരഹി, അതേപോലെ തന്നെ നുത്ഫയിലെ അതിന് നുത്ഫയെ പോലുള്ള ഒരു ഒഴുകുന്ന അവസ്ഥ, അതായത് പിന്നെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ രണ്ടിനോട് കൂട്ടിച്ചേർത്താണ് ഉപയോഗിച്ചത്. നമസ്കാരത്തിൽ വിതുമ്പുന്ന അവസ്ഥ, അതേപോലെ തന്നെ ഒഴുകുന്ന രജസ്കണത്തിന്റെ അവസ്ഥ, ഈ അവസ്ഥ അതിന് ഇല്ലാതായിത്തീർന്നു. യാനി ഉസ്ക അഖ്വാം റക്കീഖ് और പത്ല ന രഹ, അതായത് അതിന്റെ ശക്തി പ്രഭാവങ്ങൾ ഒഴുകുന്ന തരത്തിലോ അതല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലോ നേരിയ അവസ്ഥയിലോ അല്ല എന്ന് പറയാം. ബൽക്കി കിസി കദർ ഗാഢാവുകയാണ്, മറിച്ച് മറ്റൊരു തരത്തിൽ ഒരു പരിധി വരെ അത് കട്ടിയുള്ളതായി തീർന്നു എന്നുള്ളതാണ്. അതിനുശേഷം മസീഹ് തുടർന്ന് പറയുന്നു, और इस अलका के मुकाबिल पर जो जिस्मानी वजूद का दूसरा मर्तबा रूहानी वजूद का दूसरा मर्तबा है. ഈ അലക്ക എന്ന ഘട്ടം, രക്തപിണ്ഡം എന്ന ഘട്ടത്തിൽ പിന്നെ ശാരീരികമായിട്ടുള്ള അതിന്റെ രണ്ടാമത്തെ ഘട്ടമാണെങ്കിൽ അതേപോലെ തന്നെയാണ് ആത്മീയമായ വ്യക്തിത്വത്തിന്റെയും രണ്ടാമത്തെ ഘട്ടം. ജിസ്ക അബി ഹം ഊപ്പർ ദിക്ർ കർ ചുക്കെ हैं, അതിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. ജിസ്കി തരഫ് ഖുർആൻ ശരീഫ് की आयत इशारा करती है വല്ലദീനഹും അനില്ലാഹി മുരിദൂൻ, വിശുദ്ധ ഖുർആൻ വല്ലദീന ലഹും അനില്ലാഹി മുരിദൂൻ എന്ന് സൂചിപ്പിച്ചതാണ്. यानी रिहाई याफ्ता मोमिन वो लोग, मुस्लिमों मറ്റൊരു തർജ്ജമയാണ് ചെയ്യുന്നത്.
റിഹായാത്ത മോമിൻ വോ ലോഗ് സ്വതന്ത്രമാക്കപ്പെട്ടിട്ടുള്ള സത്യവിശ്വാസികൾ ഇപ്രകാരമുള്ളവരാണ്. അവർ ലഹവ് കാമോ और लव बातों और लव हरकतों लव मजलिसों लव सोबतों और लव ताल्लुकात और लहव जोशों से किनारा कश हो जाते हैं. അവർ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും അനാവശ്യമായ പ്രവർത്തികളിൽ നിന്നും അനാവശ്യമായ ചലനങ്ങളിൽ നിന്നും അനാവശ്യമായ സഭകളിൽ നിന്നും അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്നും അനാവശ്യമായ ബന്ധങ്ങളിൽ നിന്നും അനാവശ്യമായ ദുരാവേശങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കുന്നവരായി മാറുന്നു. और ईमान उसका इस दर्जे तक पहुंच जाता है कि इस कदर किनारा कशी उस पर सहल जाती है. അഥവാ ഈമാന്റെ പുരോഗതിയുടെ ഘട്ടം ഈ വിധത്തിൽ, അതായത് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അവർക്ക് സരളമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. क्योंकि बवजह तरक ईमान के किसी कदर ताल्लुक उसका रहीम खुदाए रहीम से हो जाता है. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈമാൻ കാരണത്താൽ അവന് അല്പം ഈമാനിൽ വർധനവുണ്ടായ കാരണത്താൽ അള്ളാഹു റഹീമായ അള്ളാഹുമായിട്ട് അവൻ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നു. जैसे अलका होना की हालत में ये नुत्फा का ताल्लुक किसी कदर रहम से हो जाता है तो बतौर लव तौर पर गिरने या जाने से, बह जाने से और तौर पर जाहिर हो जाने से अमन में आ जाता है. इल्ला माशा अल्लाह. അഥവാ രേതസ്കണം ഒഴുകിപ്പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ മറ്റേതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് അത് സുരക്ഷിതമായി തീരുന്നത് പോലെ അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിതമാകും. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ പരിണിതിയായിട്ട് അവൻ അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിതമാകുമ്പോൾ അവൻ ആത്മീയമായി നഷ്ടപ്പെടുന്നതിന് ഒരു തരത്തിൽ സുരക്ഷിതനായി തീരുന്നു.